അപ്പൊ നമ്മുടെ രാഹുൽ ഗാന്ധി സാറ് കേരളത്തിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അടിപൊളി പുതിയ വാഗ്ദാനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതില് ഹഠാതാകർഷിച്ച ഒരു വാഗ്ദാനം KSRTCയിലെ സ്ത്രീകൾക്ക് സമ്പൂർണ്ണ സൗജന്യ യാത്ര. അപ്പോ നമ്മൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തെ കുറിച്ചൊന്ന് ആലോചിക്കണം നല്ലതാണ്. KSRTC ഒരു പുതിയ ബസ് പോലും വാങ്ങിയിട്ടില്ല ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത്. അതേപോലെ 6000ഓളം ബസ്സുകളിൽ പകുതിയോളം കട്ടപ്പുറത്തായിരുന്നു. ടയർ വാങ്ങിക്കാനും മറ്റു സ്പെയർ പാർട്സ് വാങ്ങിക്കാനും പൈസ ഇല്ലാതെ കട്ടപ്പുറത്തിരിക്കുമായിരുന്നു. കേന്ദ്ര സർക്കാർ കൊടുത്ത 390 ജനറൽ ബസ്സിൽ 390 കട്ടപ്പുറത്തായിരുന്നു, മെയിന്റനൻസ് ചെയ്യാത്തതുകൊണ്ടിട്ട്. പിന്നെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് KSRTCയുടെ പല ഡിപ്പോകളും പണയം വെച്ച് ലോൺ എടുത്തിട്ടാണ് ശമ്പളം കൊടുത്തിട്ടുള്ളത്. അങ്ങനെയുള്ള KSRTC, അതായത് ഡെയിലി 25 രൂപ ഒരു കിലോമീറ്ററിന് കിട്ടിയാലേ KSRTC നടത്തിക്കൊണ്ടു പോകാൻ പറ്റുള്ളൂ. ആ KSRTCയിലെ പകുതിയിലധികം യാത്രക്കാർക്ക് സൗജന്യ യാത്ര ഓഫർ ചെയ്തേക്കാണ് കോൺഗ്രസ്. രാഹുൽ ഗാന്ധി എന്ത് കണ്ടിട്ടാണ് ഇത് ഓഫർ ചെയ്യണത് നമുക്കറിയില്ല. കഴിഞ്ഞ മാസം മൂപ്പര് ഇതേപോലെ വന്ന് കല്ലിട്ടിട്ട് പോയതുള്ളൂ. അതെന്തായെന്ന് വേറെ കാര്യം. ഇനി KSRTC വല്ല മറച്ചു വെക്കാനുള്ള പരിപാടിയാണോ അല്ലെങ്കിൽ പൊളിച്ച് ആക്രിക്കാർക്ക് കൊടുക്കാനുള്ള പരിപാടിയാണോ, എന്താണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ല. എന്തായാലും അടിപൊളി പ്രഖ്യാപനാണ്. പിന്നെ ജയിക്കുമെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് എന്തും പറയാം.